നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ഫയൽസ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഡിഫോൾട്ടായിട്ട് തന്നെ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇത് ഒരു ഫയൽ മാനേജർ ആപ്ലിക്കേഷനാണ്. പക്ഷേ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു ഫയൽ മാനേജർ ആപ്ലിക്കേഷൻ മാത്രമല്ല ഈ ഒരു ആപ്പ്. മിക്ക ആൾക്കാരും ജസ്റ്റ് ഒരു ഫയൽ മാനേജർ ആപ്ലിക്കേഷൻ മാത്രമായിട്ടാണ് ഈ ഒരു ആപ്പിനെ കാണുന്നത്. ഇതിൽ വേറെ പല ഫീച്ചേഴ്സും വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ഫയൽസിനെ കുറിച്ചിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണാൻ പറ്റുക. അപ്പം ഇതിൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ എന്തൊക്കെ ഫയൽസ് ആണുള്ളത് അത് ഫുള്ള് ഇവിടെ കാണിക്കുന്നതായിരിക്കും, നോർമൽ ഒരു ഫയൽ മാനേജർ പോലെ. അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കുന്നതായിരിക്കും. പിന്നെ മുകളിൽ നമുക്ക് വേറെ എക്സ്ട്രാ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ വരുന്നുണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡൗൺലോഡ്സ് ആണ്. അതായത് നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇമേജസിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കാറ്റഗറി വരുന്നുണ്ട്, വീഡിയോസിന് സെപ്പറേറ്റ് കാറ്റഗറി ഉണ്ട്, ഓഡിയോസിന് സെപ്പറേറ്റ് കാറ്റഗറി ഉണ്ട്, പിന്നെ ഡോക്യുമെൻറ്റ്സ്, ആപ്സ്, ഇതുപോലെ കുറേ സെപ്പറേറ്റ് കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ഇതിനോടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് വീഡിയോസ് മാത്രം കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്താൽ മൊത്തം വീഡിയോസ് ഇതിലൂടെ കാണിക്കും. ഇനി അതല്ല, ഓരോരോ ഫോൾഡറിൽ ഏതൊക്കെ വീഡിയോസ് ഉണ്ട് എന്നുള്ളത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം പിക്ചേഴ്സ് എന്നുള്ള ഫോൾഡറിലുള്ള വീഡിയോസൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഓരോരോ ഫോൾഡറിലുള്ള വീഡിയോസ് നമുക്ക് ഇവിടെ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസ്, ഓഡിയോസ് ഇതൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ആപ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗൂഗിൾ ഫയൽസ് നമുക്ക് ഒരു നോർമൽ ഫയൽ മാനേജർ പോലെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ പോയി കിടക്കുക ഒരു ട്രാഷ് എന്നുള്ള ഫോൾഡറിലായിരിക്കും. ഇപ്പം ഞാൻ ഈ ഒരു ഫയൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഈ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ ഡിലീറ്റ് ചെയ്താൽ ഇത് ഫുള്ളായിട്ട് ഡിലീറ്റ് ആവില്ല, ഇത് ട്രാഷ് എന്നുള്ള ഒരു ഇതിലായിട്ട് പോയി കിടക്കുക. ഇപ്പം ഇവിടെ മുകളിൽ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ട്രാഷ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പം ഞാൻ ഡിലീറ്റ് ചെയ്ത ഫയൽ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഫയൽ 30 ദിവസം വരെ ഈ ഒരു ട്രാഷിൽ കിടക്കും. അപ്പോൾ അതിനോടുള്ളൊരു മെച്ചം എന്താ വെച്ചാൽ നമ്മൾ അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയാലും പെട്ടെന്ന് അത് പോവില്ല. 30 ദിവസം ട്രാഷിൽ കിടക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിസ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്താൽ റിസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. റിസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അത് നേരെ തിരിച്ച് ഫയൽ മാനേജറിലോട്ട് തന്നെ പോകും, ഡിലീറ്റ് ആവില്ല. അതല്ല, ഡിലീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർമനൻ്റ്ലി അത് ഡിലീറ്റ് ആവും. പിന്നെ 30 ദിവസം നമ്മൾ ഇതിൽ തന്നെ വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഗൂഗിൾ ഫയൽസിൽ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ റീസെൻ്റ്ലി യൂസ് ചെയ്തിട്ടുള്ള ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സിലോട്ട് കിടക്കാം. മുമ്പൊക്കെ സിപ്പ് ഫോർമാറ്റിലുള്ള ഫയലുകൾ അൺസിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ചെയ്യാറ്. എന്നാൽ ഗൂഗിൾ ഫയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു ഗൂഗിൾ ഫയൽസിൽ നിന്ന് തന്നെ അത് അൺസിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ ഈ ഒരു സിപ്പ് ഫയൽ കിടക്കുന്നുണ്ട്. എനിക്കിത് അൺസിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്താൽ എക്സ്ട്രാക്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അൺസിപ്പ് ആവുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് അൺസിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താ വെച്ചാൽ ഈ ഒരു ഗൂഗിൾ ഫയൽസിൽ ഫേവറേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഫയലുകൾ ഫേവറേറ്റ് സെക്ഷനിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം എനിക്ക് ഈ ഒരു വീഡിയോ ഫേവറേറ്റ് സെക്ഷനിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ആഡ് ടു ഫേവറേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഫേവറേറ്റിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇനി ഇവിടെ ഫേവറേറ്റിലോട്ട് വന്ന് നോക്കിയാൽ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ ഫേവറേറ്റ് സെക്ഷനിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഫേവറേറ്റ് സെക്ഷനിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ റിമൂവ് ഫ്രം ഫേവറേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിലോട്ട് ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെ ബാക്കപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ എനിക്ക് ഗൂഗിൾ ഡ്രൈവിലോട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിലോട്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. ഗൂഗിൾ ഫോട്ടോസിലോട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലോട്ട് എനിക്ക് അങ്ങനെ ബാക്കപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഫീച്ചറിൻ്റെ കാര്യത്തിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതിന് പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യും, അതിൽ ഹൈഡ് ചെയ്ത് വെക്കും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഫയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സെപ്പറേറ്റ് ഒരു ആപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഗൂഗിൾ ഫയൽസിൽ തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ കളക്ഷൻസ് എന്നുള്ള ഓപ്ഷനിൽ സേവ് ഫോൾഡർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ
നമ്മളോട് ഒന്നെങ്കിൽ പിന്നടിക്കാൻ പറയും അല്ലെങ്കിൽ പാറ്റേൺ അടിക്കാൻ പറയും. ഫോർ എക്സാമ്പിളിന് ഞാൻ പിന്നടിക്കുകയാണ്. 1 2 3 4 എന്നുള്ള പിൻ സെറ്റ് ചെയ്യാണ്, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ കൺഫേം പിൻ എന്ന് പറയും. അതിൽ 1 2 3 4 ഞാൻ കൊടുക്കുകയാണ്, നെക്സ്റ്റ് കൊടുത്തു. ഇപ്പം ഈ ഒരു സേവ് ഫോൾഡർ എന്നുള്ളത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം. ഇത് ഓർത്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് ഗോട്ടിട്ട് കൊടുത്തു. ഇപ്പോൾ ഇതിൽ ഈ പറയുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പ് നമ്മൾ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൾഡറിൽ കിടക്കുന്ന എല്ലാ ഫോട്ടോസും ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ഇതിൽ കിടക്കുന്ന ഫോട്ടോസൊക്കെ ബാക്കപ്പ് ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൾഡറിൽ നിന്ന് മാറ്റി വെക്കണം. ഇനി ഇതിൽ എങ്ങനെയാണ് ഫയൽസ് ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പം ഏത് ഫയലാണോ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പം ഒരു എക്സാമ്പിളിന് ഈ ഒരു ഫയൽ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇതിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തിട്ട് മുകളിൽ ഈ 3 ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ മൂവ് ടു സേവ് ഫോൾഡർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളോട് പിന്ന് ചോദിക്കും. ഇപ്പം പിന്ന് അടിച്ചു കൊടുക്കുക. പിന്ന് അടിച്ചു കൊടുത്താൽ ആ ഒരു ഫയൽ അതിലോട്ട് പോയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫയൽ മാനേജറിൽ ആ ഒരു ഫോട്ടോ നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റില്ല. ഇപ്പം ഇമേജസ് എടുത്താൽ എനിക്ക് ഇപ്പം ആ ഒരു ഫസ്റ്റ് കിടക്കുന്ന ഫോട്ടോ കാണാൻ പറ്റുന്നില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ സേവ് ഫോൾഡറിൽ വരിക, പിന്നടിച്ചു കൊടുക്കുക. അവിടെ പിന്നടിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഫോട്ടോ ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഫോട്ടോസും വീഡിയോസൊക്കെ ഇതുപോലെ ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിന് സെപ്പറേറ്റ് ഒരു ആപ്പിൻ്റെ ആവശ്യമില്ല. നമുക്കതിന് ഗൂഗിൾ ഫയൽസ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഫീച്ചറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോൺ കുറേ കാലമൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ ഫയൽസും കാര്യങ്ങളൊക്കെ അതിൽ കിടക്കുന്നുണ്ടാവും. ക്യാഷെ ഫയൽസൊക്കെ അതിലുണ്ടാവും. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫോണൊന്നും കൂടി ഫാസ്റ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഗൂഗിൾ ഫയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു ആപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ താഴെ ബ്രൗസ്, ഷെയർ, ക്ലീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലീൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ക്ലീനിങ് സജഷൻസ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജങ്ക് ഫയൽസ് ഇവിടെ ക്ലീൻ ചെയ്യാവുന്നതാണ്. ക്ലീൻ കൊടുത്താൽ ഇവിടെ ജങ്ക് ഫയൽസൊക്കെ ക്ലീൻ ആവുന്നതായിരിക്കും. അപ്പോൾ കുറേ സ്പേസൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൾഡ് സ്ക്രീൻഷോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലാർജ് ഫയൽസ് ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. അപ്പം വേണ്ടതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ജങ്ക് ഫയലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പം കുറേ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇനി സെപ്പറേറ്റ് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ ഗൂഗിൾ ഫോട്ടോസിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അടുത്ത ഫീച്ചറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ എന്തെങ്കിലുമൊക്കെ ഫയൽസ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് അതുവഴിയായിരിക്കും സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ റിസീവ് ചെയ്യുക. ചിലപ്പം ഓപ്പോസിറ്റുള്ള ആളുടെ ഫോണിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അപ്പം ആ ഒരു ആപ്പ് ആ ഒരു ഫോണിൽ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. എന്നാൽ ഗൂഗിൾ ഫയൽസ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മിക്കവാറും എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഗൂഗിൾ ഫയൽസ് ഉണ്ടാവുന്നതായിരിക്കും. ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം ഈ ഫോണിൽ നിന്നാണ് എന്തെങ്കിലുമൊക്കെ ഫയൽ സെൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ അടിയിൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സെൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഫയലാണോ സെൻഡ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് എന്നുള്ളത് കൊടുക്കുക. സെൻഡ് എന്നുള്ളത് കൊടുത്താൽ ഇവിടെ സെർച്ചിങ് കാണിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ ചിലപ്പം ലൊക്കേഷൻ ഓണാക്കാൻ പറയും. അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓണാക്കി കൊടുക്കുക. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ഫോണിലാണോ ഫയൽ റിസീവ് ചെയ്യേണ്ടത് അതെടുക്കുക. അതെടുത്തിട്ട് ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ റിസീവ് എന്നുള്ളത് കൊടുക്കുക. റിസീവ് എന്നുള്ളത് കൊടുത്താൽ നിയർ ബൈ ഷെയർ കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് ലൊക്കേഷൻ ഓണാക്കാൻ പറയാമെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഈ ഒരു ഫോൺ ഇവിടെ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഫയൽ സെൻഡ് ആവാൻ സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. പിന്നെ പിന്ന് ചോദിക്കും, അത് അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുത്താൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് സെൻഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഫയൽ സെൻഡ് ആയിട്ടുണ്ട്. ഇപ്പം ബ്രൗസിൽ പോയിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഫയൽ ഇപ്പം ഇവിടെ സെൻഡ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഗൂഗിൾ ഫയൽസ് വഴി ഫയൽസ് സെൻഡും റിസീവും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൂഗിൾ ഫയൽസിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഗൂഗിൾ ഫയൽസ് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഇതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് ഞാൻ വിട്ടുപോയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള പല ഫീച്ചേഴ്സും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. എന്തെങ്കിലുമൊക്കെ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.